നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് NNP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്? ഓക്കെ ഗുഡ്, ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പോൾ NNP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒറിജിനൽ ഇത് കിട്ടണം, ഒറിജിനൽ സാധനം കിട്ടണം. അതായത് നമ്മുടെ രാജ്യത്ത് സത്യത്തിൽ നടന്ന പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, സത്യത്തിലുള്ള പ്രൊഡക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പം നിങ്ങളൊരു കമ്പനി തുടങ്ങുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. നിങ്ങളൊരു കമ്പനി തുടങ്ങുകയാണ്. ഞാൻ NNP പറയാട്ടോ, മറന്നു പോയതല്ല, ബട്ട് ഈ ഒരു കാര്യം ഞാൻ പറയാണ്. അപ്പോൾ നിങ്ങളൊരു കമ്പനി തുടങ്ങുകയാണ്. നിങ്ങൾ ആ കമ്പനിയിൽ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. നിങ്ങളുടെ കമ്പനിയാണ്. അപ്പോൾ ആ നിങ്ങളുടെ കമ്പനിയിലെ പ്രോഫിറ്റ് പറയുന്ന സമയത്ത് ഏത് തരത്തിലുള്ള പ്രോഫിറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയാം. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ കമ്പനിയിലെ മൊത്തം വിറ്റുവരവ്. ഒന്നാമത്തേത് എന്താണ്? ആ കമ്പനിയിലുള്ള മൊത്തം വിറ്റുവരവ് പറയാണ്. ഓക്കെ, ആ കമ്പനിയിലെ മൊത്തം വിറ്റുവരവ് നിങ്ങളുടെ പ്രോഫിറ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടൻറ്റ് നിങ്ങളുടെ അടുത്ത് പറയാണ്. ആ കമ്പനിയിൽ മൊത്തം നടന്ന കച്ചവടം. രണ്ടാമത്തത് നിങ്ങൾ നോക്കുകയാണ്. രണ്ടാമത്തത് നിങ്ങളുടെ അക്കൗണ്ടൻറ്റ് വന്നിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങളുടെ വിറ്റുവരവിൽ നിന്ന് നിങ്ങളുടെ കോസ്റ്റ് മൈനസ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നിങ്ങളുടെ കമ്പനിയുടെ വരുമാനമാണ് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ 1,00,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. എന്നാൽ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം 80,000 രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തത് പറയുന്നത് എന്താണ്? ഈ 1,00,000-ൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന തൊഴിലാളികൾക്കുള്ള വേതനം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ കുറച്ചിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് 20,000 രൂപയായിരുന്നു എന്ന് പറയാണ്. ആദ്യത്തേത് വിറ്റുവരവാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ 1,00,000-ൻ്റെ പ്രോഫിറ്റ് ഉണ്ട് എന്ന് നിങ്ങളുടെ കമ്പനി പറയാണ്. രണ്ടാമത്തത് 20,000 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയാണ്. ദെൻ അടുത്തത് നിങ്ങൾ നോക്കുന്ന സമയത്ത് മൂന്നാമത്തെ കേസാണ്. ഓക്കെ, മൂന്നാമത്തെ കേസിലേക്ക് വരുന്ന സമയത്ത് അക്കൗണ്ടൻറ്റ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് 20,000 രൂപ വരുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് ഒരു 2,000 രൂപ നിങ്ങൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ, ടാക്സ് അടയ്ക്കണം. അപ്പോൾ ടാക്സ് അടയ്ക്കുന്ന സമയത്ത് അക്കൗണ്ടൻറ്റ് നിങ്ങളുടെ അടുത്ത് പറയാണ് 18,000 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ വരുമാനം എന്ന് പറയുന്നത് 18,000 രൂപയാണ് എന്ന് പറയാണ്. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ കേസ്. ഓക്കെ, നാലാമത്തെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു 18,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഈ ഒരു കമ്പനി വർക്ക് ചെയ്ത സമയത്ത് അവിടെ ചില അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ഒരു പാർട്സ് പൊട്ടിപ്പോയി. ആ പാർട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു 2,000 രൂപ നിങ്ങൾക്ക് വീണ്ടും ചിലവ് വരും. അപ്പോൾ അക്കൗണ്ടൻറ്റ് നിങ്ങളുടെ അടുത്ത് പറയാണ് ആ 2,000 രൂപയും കൂടെ കഴിച്ചിട്ട് 16,000 രൂപയാണ് നിങ്ങളുടെ കമ്പനിക്ക് വന്ന ടോട്ടൽ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇതിൽ ഏതാണ് നിങ്ങളുടെ കമ്പനിയുടെ റിയൽ പ്രോഫിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഇതിൽ ഏതായിരിക്കും സ്വീകരിക്കുന്നത്? ഓക്കെ, അഖില ഇതിൽ ഏത് വാല്യൂ ആയിരിക്കും സ്വീകരിക്കുന്നത്? യെസ്, ലാസ്റ്റ് വൺ ആയിരിക്കും സ്വീകരിക്കുന്നത്. കാരണം അതാണ് റിയൽ. സത്യത്തിൽ നമുക്ക് കിട്ടിയത്, നമ്മുടെ സത്യത്തിലുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആ ലാസ്റ്റ് വന്നതാണ്. ആദ്യത്തേത് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള പ്രൊഡക്ഷനാണ്. ഓക്കെ, അത് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് കാണിക്കുന്നത് 1,00,000 എന്ന് പറയുന്നത്. രണ്ടാമത് കാണിക്കുന്നത് എന്താണ്? അതിലെ വിറ്റുവരവ് പോയിട്ട് നമ്മുടെ ഗ്രോസ് റവന്യൂ ആണ് കാണിക്കുന്നത് 20,000 എന്ന് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് എന്താണ്? NNP ആണ്. ഓക്കെ, അതിൻ്റെ നെറ്റ് വാല്യൂയിലേക്ക് എത്തി. അതിൽ നിന്ന് ഫാക്ടർ കോസ്റ്റ് ടാക്സ് കാര്യങ്ങളും കൂടെ ഒക്കെ മൈനസ് ചെയ്ത് 16,000-ലേക്ക് എത്തുമ്പോൾ ഡിപ്രീസിയേഷനും ടാക്സും മൈനസ് ചെയ്യുമ്പോൾ അതാണ് സത്യത്തിൽ നമുക്ക് ആ ദിവസം നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രൊഡക്ഷൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് അതാണ്. അപ്പം അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സത്യത്തിൽ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ സത്യത്തിൽ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്? നാഷണൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം അതാണ് റിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? അതാണ് റിയൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് NNP നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല അല്ലാതെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നത്. കാരണം അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ റിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു വാല്യൂ എടുക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, നേരത്തെ നമ്മൾ NNP ആയിരുന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ, NNPയിലേക്ക് വരികയാണ്. അപ്പം ജസ്റ്റ് NNP നിങ്ങൾ നോക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു GDP. ഓക്കെ, രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രൊഡക്ഷൻ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തേക്ക്, രാജ്യത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന വിദേശികൾ രാജ്യത്തിൻ്റെ പുറത്തേക്ക് പണം അയക്കുന്നുണ്ട്. പുറത്തുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തുള്ള ഇന്ത്യക്കാരുടെ മാത്രമായിട്ടുള്ള പ്രൊഡക്ഷൻ നമുക്ക് കാണണം. അവർക്ക് മാത്രമുള്ള വരുമാനം എത്രയാണെന്നുള്ളത് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ GDPയിൽ നിന്ന് ഇന്ത്യയുടെ പുറത്തേക്ക് അയക്കുന്ന പണം നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്ത് കളയും. എന്നിട്ട് ഇന്ത്യയുടെ അകത്തേക്ക് വരുന്ന പണം നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, അത് ആഡ് ചെയ്യും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ വരുമാനം മൈനസ് ഇന്ത്യയിലുള്ള വിദേശികളുടെ വരുമാനം. ഇതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇന്ത്യക്കാരുടെ വരുമാനം കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇന്ത്യക്കാരുടെ വരുമാനം. നേരത്തെ GDP കണ്ടത് ഇന്ത്യയുടെ വരുമാനം, ഇപ്പോൾ കാണുന്നത് ഇന്ത്യക്കാരുടെ വരുമാനം. അപ്പം ഇതാണ് വരുന്ന വരുമാനത്തിന് ഇന്ത്യയിലേക്ക് വിദേശികൾ അയക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും, നെഗറ്റീവ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്ത് കളയും. അപ്പം അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഫാക്ടർ ഇൻകം കിട്ടും. അപ്പോൾ GDP പ്ലസ് ഈ നെറ്റ് ഫാക്ടർ ഇൻകം ചെയ്യുന്ന സമയത്ത് GNP കിട്ടി. ഓക്കെ, GNP കിട്ടി. ഇനി ഈ GNPയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? തേയ്മാനം മൈനസ് ചെയ്ത് കളയും. നമ്മൾ പറഞ്ഞു എല്ലാത്തിനും തേയ്മാനം ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും തേയ്മാനം ഉണ്ടാകും. ഇവിടെ നോക്കുക, ഒരു പുതിയ ബൈക്ക് നമ്മൾ വാങ്ങിച്ചു, കുറച്ച് കാലം കഴിയുമ്പം അതിന് തേയ്മാനം സംഭവിച്ച് അതിൻ്റെ കളർ പോയിട്ട് പെയിൻറ്റ് പോയി ചളിയായിട്ട് പല ഭാഗങ്ങൾ തുരുമ്പെടുക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പാർട്സ് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ കാലപ്പഴക്കം കാരണം, ഉപയോഗം കാരണം, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ സാധനത്തിന് തേയ്മാനം സംഭവിച്ചിട്ട് വാല്യൂ കുറയും. നിങ്ങൾ ഉപയോഗിക്കാതെ ഒരു ബൈക്ക് വെച്ച് കഴിഞ്ഞാലും അതിന് തുരുമ്പെടുക്കും, പല പാർട്സും മാറ്റേണ്ടതായിട്ട് വരും, എഞ്ചിന് ചിലപ്പോൾ കേട് വന്നേക്കാം. ഓക്കെ, ഇനി ഒന്നുമില്ലെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എന്താണ്? തേയ്മാനത്തിലാണ് നമ്മൾ അതിനെല്ലാം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രോസ് വാല്യൂവിൽ നിന്ന് നെറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേയ്മാനം മൈനസ് ചെയ്ത് കളയും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് നേരത്തെ കിട്ടിയത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നേരത്തെ നമുക്ക് കിട്ടിയത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. GNPയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? തേയ്മാനം മൈനസ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ തേയ്മാനം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ റിയൽ ആയിട്ടുള്ള വാല്യൂവിനോട് ഇത് കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? അടുപ്പിക്കുന്നതായിരിക്കും. അതാണ് നെറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടില്ലേ, നമ്മൾ പതുക്കെ പതുക്കെ റിയൽ വാല്യൂവിനോട്, യഥാർത്ഥ വാല്യൂവിനോട് പതുക്കെ പതുക്കെ അടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം NNPയിലേക്ക് അടുത്തു, ഡിപ്രീസിയേഷൻ കുറച്ചു. അതിനുശേഷം ടാക്സും കൂടെ കുറയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടും? കുറച്ചുകൂടെ റിയൽ ആയിട്ടുള്ള വാല്യൂ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാഷണൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യം ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, നേരത്തെ ഞാൻ ആ ഒരു ഫാസ്റ്റായിട്ട് എടുത്തു പോയിട്ടുള്ള ആ ക്ലാസ്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം കേട്ടോ. അവസാനത്തെ നമ്മുടെ എക്സാമിനേഷൻ്റെ 15 ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കേണ്ട ക്ലാസ് ആ ഒരു റെക്കോർഡഡ് വേർഷനാണ്. ഓക്കെ, അത് ഫാസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് കേട്ടിട്ടേ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി എക്കണോമിക്സിൻ്റെതും ജോഗ്രഫിയുടെയും കേസ്. ഓക്കെ, യെസ്. വേറെ ഏതെങ്കിലും ഭാഗം ഞാൻ പ്രത്യേകമായിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? വേറെ ഏതെങ്കിലും ഭാഗം ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണം? നിങ്ങൾക്ക് ഏതെങ്കിലും കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഭാഗം ഇനി വരുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ 2 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ എന്ത് ചെയ്തത്? ഇത്രയും ഷോർട്ടായിട്ട് എടുത്തത്. ഓക്കെ, നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ലാസ്റ്റ് സ്ലൈഡ്, അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, തീർച്ചയായിട്ടും അതും കൂടെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് സ്ലൈഡ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ഇതും നിങ്ങൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യേണ്ട ഒരു സ്ലൈഡാണ് ഇത്. ഓക്കെ, അതായത് ഈ അവസാനത്തിൽ പ്രൊഡക്റ്റ് ആയിരിക്കും, പിന്നെ N എവിടെ വരുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഇക്വേഷൻ്റെ ഇപ്പുറത്ത് എന്ത് വരും എന്നുള്ളത് തീരുമാനിക്കാൻ ഈ ഒരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, N ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നാഷണൽ അല്ലെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഇക്വേഷൻ്റെ ഈ സൈഡിൽ വരും. N ആദ്യത്തിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മൈനസ് ഡിപ്രീസിയേഷൻ ഇക്വേഷൻ്റെ വലത് ഭാഗത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഒരു കുറുക്ക് വഴിയാണിത്. ഓക്കെ, ദെൻ അവസാനം ലാസ്റ്റ് ഭാഗം നമ്മളൊന്ന് നോക്കുകയാണ്. ഓക്കെ, യെസ്, ഈ ഓരോ വാല്യൂം എങ്ങനെയാണ് ഫൈനൽ വാല്യൂവിലേക്ക് എത്തുന്നത് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, GDP എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് GDPയിൽ നിന്നാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് GDPയിൽ നിന്നാണ്. അപ്പോൾ GDPയിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു സാധനം എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇത് ഡയറക്ഷൻ, മാത്സിലെ ഡയറക്ഷൻ്റെ ചോദ്യം വരാറുണ്ട്. ഒരാൾ എന്ത് ചെയ്തു? നേരെ ഓക്കെ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് നടന്നു, എന്നിട്ട് എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞിട്ട് 3 കിലോമീറ്റർ നടന്നു. എന്നാൽ അതേസമയം ഇവിടെ ഒരാൾ എന്ത് ചെയ്തു? സൗത്തിലേക്ക് 3 കിലോമീറ്റർ നടന്നു, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഇടത്തോട്ട് തിരിഞ്ഞിട്ട് 5 കിലോമീറ്റർ നടന്നു. രണ്ടായാലും ഇവിടെ തന്നെയാണ് എത്തുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കേസും. അതായത് GDPയിൽ നിന്ന് നെറ്റ് ഫാക്ടർ ഇൻകം കൂട്ടുകയും തേയ്മാനം കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? NNPയിലേക്ക് എത്തുന്നത്. ഓക്കെ, അതായത് ഇങ്ങോട്ടേക്ക് 5 കിലോമീറ്റർ പോയി, പിന്നെ 3 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു. അതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താണ്? 3 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് പോയി, 5 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു. രണ്ടായാലും ഇവിടേക്ക് എത്തും. അതുപോലെ GDPയിൽ നിന്ന് നെറ്റ് ഫാക്ടർ ഇൻകം കൂട്ടുകയും തേയ്മാനം മൈനസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് NNP കിട്ടുന്നതാണ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടുന്നതാണ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് നിർബന്ധമായിട്ട് മൈൻഡിലേക്ക് വരേണ്ടത്. ഇനി ഞാൻ എന്ത് ചെയ്യാം? രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പറയാം, അപ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നോക്കുക, ഇവിടെ GDP വരുന്നുണ്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ആ GDPയോട് കൂടിയിട്ട് ഞാൻ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടുകയാണ്. ഓക്കെ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരുന്ന പണം മൈനസ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വിദേശികൾ അയക്കുന്ന പണം, അത് കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്തു? നെറ്റ് ഫാക്ടർ ഇൻകം വരുന്ന സമയത്ത് എവിടെയായിരിക്കും മാറ്റം വരുന്നത്? നടുക്കുള്ള Nൽ മാറ്റം വരും. ഓക്കെ, നടുക്ക് എന്ത് ചെയ്യും? D പോയിട്ട് N വരും, GNP വന്നു. ഓക്കെ, GNP വന്നു.
ഇനി ആ GNPയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, തേയ്മാനം മൈനസ് ചെയ്തു, ഡിപ്രീസിയേഷൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ആദ്യത്തെ ലെറ്ററിലാണ് മാറ്റം വരിക, G പോയിട്ട് അവിടെയും N ആവും, അപ്പോൾ NNP ആയി. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ മെത്തേഡ് GDP ആണ്. GDPയിൽ നിന്ന് തേയ്മാനം മൈനസ് ചെയ്യും, തേയ്മാനം മൈനസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലെറ്റർ മാറും, G മാറിയിട്ട് N ആയിട്ട് മാറി. ഓക്കെ, NDP ആയിട്ട് മാറി. ആ NDPയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് നമ്മൾ എന്ത് ചെയ്യാണ്, കൂട്ടുകയാണ്. ഓക്കെ, കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക, രണ്ടും പറയാം. അപ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകത്തിന്റെ മാറ്റം നമ്മൾ കൺസിഡർ ചെയ്യാണ്. NDPയിൽ നിന്ന് നെറ്റ് ഫാക്ടർ ഇൻകം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് NNP എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ നെറ്റ് ഫാക്ടർ ഇൻകം കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ലെറ്റർ മാറും, D മാറിയിട്ട് അതും N ആയി, അപ്പോൾ എന്തായി, NNP ആയി. ഓക്കെ, ഇനി ഈ NNP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിലുള്ള വാല്യൂ ആണ്, മാർക്കറ്റിലെ വാല്യൂ ആണ്. ആ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു പ്രൊഡക്റ്റ്, ഒറിജിനൽ പ്രൊഡക്റ്റ്, അതിൻ്റെ കൂടെ ഗവൺമെൻറ് ചുമത്തുന്ന ടാക്സ് ഉണ്ടായിരിക്കും. ഗവൺമെൻറ് അതിന് കൊടുക്കുന്ന സബ്സിഡി നമ്മൾ മൈനസ് ചെയ്യണം. സബ്സിഡി കൊടുക്കുന്ന സമയത്ത് എന്താണ്, സാധനം വില കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടാക്സ് കൊടുക്കുന്ന സമയത്ത് സാധനത്തിൻ്റെ വില കൂടും, സബ്സിഡി കുറക്കുന്ന സമയത്ത് വില കുറയും. അപ്പോൾ എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റിൽ നിന്ന് ടാക്സ് ആകുമ്പം സാധനത്തിൻ്റെ വില കൂടും, സബ്സിഡി ആകുമ്പം വില കുറയും. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ കൂടെ ടാക്സ് കൂട്ടി സബ്സിഡി മൈനസ് ചെയ്തു, നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ ഫാക്ടർ കോസ്റ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് ടേംസിനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്താണ്, മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യുകയും സബ്സിഡി കൂട്ടുകയും ചെയ്യും. ഓക്കെ, സബ്സിഡി കൂട്ടുകയും ചെയ്യും. ജസ്റ്റ് നിങ്ങൾ ഓർത്താൽ മതി, മാർക്കറ്റ് പ്രൈസിലുള്ള ഒരു സാധനത്തിന് ഇപ്പോൾ പെട്രോളിൻ്റെ വില നിങ്ങൾ നോക്കുക, പെട്രോളിന് 106 രൂപയാണ് മാർക്കറ്റിൽ. അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 30 രൂപ. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് 30 രൂപ. ഓക്കെ, സബ്സിഡി ഒന്നുമില്ല, ഇപ്പോഴത്തെ സൈസിൽ 0 ആണ്. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സത്യത്തിൽ പെട്രോളിൻ്റെ വില നമുക്ക് കിട്ടും 46 രൂപ എന്ന് കിട്ടും. അതാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ സബ്സിഡി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഒരു 5 രൂപ ഗവൺമെൻറ് സബ്സിഡി തന്നെന്ന് വിചാരിക്കുക. ആ സബ്സിഡി നമ്മൾ കൂട്ടും. കാരണം എന്താണ്, സബ്സിഡി സാധനത്തിൻ്റെ വില കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കോസ്റ്റിൽ നിന്ന് സബ്സിഡി കിട്ടുമ്പോൾ സാധനത്തിൻ്റെ വില കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കൂട്ടും. അപ്പോൾ 51 രൂപയാണ് പെട്രോളിൻ്റെ വില. 51 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന പെട്രോളാണ് 106 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്തു, സബ്സിഡി നമ്മൾ കൂട്ടി, അപ്പോൾ നമുക്ക് കിട്ടി NNP ആക്ട് ഫാക്ടർ കോസ്റ്റ്. അതിനെയാണ് നമ്മൾ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആണോ? യെസ്, ഫാക്ടർ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ അല്ലേ, മനസ്സിലായോ? യെസ്, ഓക്കെ ഓക്കെ, സെറ്റാണ്. ഓക്കെ, ഇനി അവസാനം എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് ആ ഒരു റിവിഷൻ ക്ലാസ്സും കൂടെ ഒന്ന് ഓടിച്ച് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റാണ്. ഓക്കെ, അത്ര ആവശ്യമുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് തവണ ഇപ്പോൾ റിവിഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, യൂട്യൂബിൽ ലൈക്ക് റെഗുലർ ക്ലാസ് നിങ്ങൾ കണ്ടു, ഇത് കണ്ടു, ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു റിവിഷൻ ചെയ്തു, ഇനി ഒരു റിവിഷൻ ക്ലാസ്സും കേൾക്കും. ഓക്കെ, പിന്നെ നോട്ട്സ് എന്തായാലും നിങ്ങൾ ഈ ഒരു നോട്ട്സും ഒന്ന് ഓടിച്ച് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 3-4 തവണ നിങ്ങൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഫൈനൽ എക്സാമിനേഷന് പോകുന്നത്. അത് ഇനഫാണ്. അതിന് പുറത്തേക്ക് പിന്നെയും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് വിടുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. കാരണം നമ്മുടെ മാക്സിമം കപ്പാസിറ്റി അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പം തൽക്കാലം നമ്മൾ ഇവിടെ നിർത്തുകയാണ്. പിന്നെ നാളെ നമുക്ക് മെൻറ്റർഷിപ്പ് ബാച്ചിലുള്ള കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് ഉണ്ടായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, പെന്നും പേപ്പറായിട്ട് നമ്മൾ ഇരിക്കണം. ഓക്കെ, പെന്നും പേപ്പറായിട്ട് ഇരുന്നിട്ട് നാളെ രാവിലെ വെക്കുന്നത് ഓക്കെ ആണോ? നാളെ രാവിലെ ഞാൻ ക്ലാസ് വെക്കട്ടെ? ഓക്കെ, നാളെ രാവിലെ ക്ലാസ് വെക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഓക്കെ ആണോ? സോ അങ്ങനെയാണെങ്കിൽ രാവിലെ 6 മണിക്ക് ക്ലാസ് വെക്കട്ടെ? അതാ ടൈം ഒന്ന് പറയോ, രാവിലെ എത്ര മണിക്ക് ക്ലാസ് നമുക്ക് വെക്കേണ്ടത് മെൻറ്റർഷിപ്പിൽ? ഒരു 5:30യുടെ ഇപ്പുറം പറയരുത് കേട്ടോ, അത്ര നേരത്തെ എന്നെ കൊണ്ട് എഴുന്നേക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ഓയ്യോ, 5:30. ഓക്കെ ഓക്കെ, 5:30. ബാക്കിയുള്ളവരോ 5:30 ഓക്കെ ആണോ? ഓക്കെ, അഖില നാളെ ഓക്കെ അല്ല. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, റെക്കോർഡ് കാണാം, കുഴപ്പമില്ല. ഓക്കെ, റെക്കോർഡ് കാണുന്ന സമയത്ത് റെക്കോർഡ് സെഷൻ എന്തായാലും ഉണ്ടായിരിക്കും. റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. കാരണം എല്ലാവർക്കും എല്ലാ ക്ലാസ്സും അറ്റ് എ ടൈം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, പലർക്കും പല എൻഗേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ റെക്കോർഡ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പം ഒരു കാര്യം ചെയ്യുക, റെക്കോർഡ് സെഷൻസ് കാണുന്ന ആൾക്കാർ ആ വീഡിയോ പോസ് ചെയ്തിട്ട് സെൽഫായിട്ട് ആൻസർ ചെയ്ത് നോക്കിയിട്ട് വേണം പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ എത്തിയതിന് ശേഷം മാത്രം ബാക്കി കാണുക. ഓക്കെ, ഒരു ലൈവ് പോലെ തന്നെ കണ്ടു പോണേ. ഓക്കെ
സോ അങ്ങനെയാണെങ്കിൽ ഞാൻ 5:30 ഒരു 6 ഓക്കെ 6 മണി ഫിക്സ് ചെയ്യണേ. കാരണം രാവിലത്തെ ലൈക്ക് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സെറ്റ് ആവണമെങ്കിൽ എനിക്കൊരു 6 മണിയാവും. കാരണം ഞാൻ ഇനി കിടക്കണമെങ്കിൽ തന്നെ മിനിമം 12 മണി കഴിയും. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ യെസ്, അപ്പം രാവിലെ 6 മണിക്ക്. ഓക്കെ, അപ്പോൾ നാളെ 6 മണിക്ക് നമുക്ക് മാത്സിൻ്റെ PYQ സെഷൻസ് വരുന്നുണ്ട്. ഓക്കെ, PYQ എന്ന് പറയുന്ന സമയത്ത് മൊത്തം ഏരിയ ആയിരിക്കും കേട്ടോ, ഇന്ന ഭാഗം ഉണ്ടായിരിക്കില്ല, മൊത്തമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ മൊത്തം ഭാഗങ്ങളും കവേർഡ് ആയിരിക്കും. ഓക്കെ യെസ്, ഇതുവരെ നമ്മുടെ കഴിഞ്ഞ മാത്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും ആ ഒരു ഭാഗത്ത് ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ യെസ്, ഓക്കെ യെസ്, അപ്പം ഗുഡ് നൈറ്റ് എവരി വൺ, സ്റ്റഡി വെൽ. ഓക്കെ യെസ്. അതെ, റെക്കോർഡ് നമ്മുടെ മെൻറ്റർഷിപ്പ് ബാച്ചിൻ്റെ ആ ഒരു കോഴ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മെൻറ്റർഷിപ്പ് ബാച്ചിൻ്റെ നിങ്ങൾക്ക് അറിയാലോ, അതിൽ PYQ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്, അവിടെ മാത്രമായിരിക്കും അത് വരുന്നത്. ഓക്കെ യെസ്, ഗുഡ് നൈറ്റ് എവരി വൺ, സ്റ്റഡി വെൽ. ഓക്കെ.